ഹലോ ഹലോ, ഈ കേക്ക് എങ്ങനെയുണ്ട്? കൊള്ളാവോ? എഴുതിയിരിക്കുന്ന കണ്ടപ്പോഴും മനസ്സിലായല്ലേ? അതെ, നമ്മളൊരു റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ്റെ തുടക്കത്തിലാണ്. കുട്ടുപ്പയുടെ അമ്മയുടെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ഞാനും കുട്ടുപ്പയും കുക്കു ചേച്ചിയും കൂടെ കാറിൽ അമ്മയെ കൂട്ടാനായിട്ട് ഓഫീസിലേക്ക് പോയതാണ്. ഭയങ്കര മഴയായിരുന്നു. ഞാനും കുക്കു ചേച്ചിയും കാറിൽ പെട്ടുപോയി, ഇറങ്ങാനേ പറ്റിയില്ല. പിന്നെ അമ്മയെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. കൃത്യം വീട്ടിലെത്തിയപ്പോഴത്തേക്കും മഴയൊക്കെ നിന്നായിരുന്നു കേട്ടോ. ഞങ്ങളെയും കാത്തിട്ട് അമ്മയുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഹാപ്പി ആയിട്ട് കേക്കൊക്കെ മുറിച്ചു. ആദ്യമേ കുട്ടിപ്പയ്ക്ക് കൊടുത്തു, മോന് കൊടുത്തു കേട്ടോ. പിന്നെ എനിക്കാണ് തരാൻ കൊണ്ടുവന്നത്. ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കുക്കു ചേച്ചിക്ക് കൊടുക്കും, മോന് കൊടുത്തിട്ട് പിന്നെ മോക്കല്ലേ കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മ എനിക്ക് തന്നു, പിന്നെ കുക്കു ചേച്ചിക്കും കൊടുത്തു. പിന്നെ കുക്കു ചേച്ചി ആണെങ്കിൽ അമ്മയ്ക്കൊക്കെ കൊടുത്തായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതൊക്കെ ഞാൻ വിട്ടുപോയിട്ടോ. അങ്ങനെ കേക്ക് മുറിക്കലൊക്കെ സന്തോഷമായിട്ട് കഴിഞ്ഞു. അമ്മയുടെ 42 വർഷത്തെ സർവീസായിരുന്നു കേട്ടോ. റിട്ടയർഡ് ആയതിനു ശേഷവും അമ്മ ഇടയ്ക്കിടെ ഓഫീസിൽ പോകുമെന്നാണ് പറയുന്നത് കേട്ടോ. അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആണ് അവിടെ ആയിട്ട്. ഇത് കുട്ടുപ്പയുടെ ഏറ്റവും ഇളയ കുഞ്ഞമ്മയും കൊച്ചുമോളാണ് കേട്ടോ. ഇവിടെ ആളൊരു കില്ലാടിയാണ്. ദേ ഈ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തവനെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എൻ്റെ നേരത്തെ പഴയകാല വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നേ നമ്മുടെ കൊച്ചച്ചേ. അങ്ങനെ പിന്നെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് വന്നവർക്കെല്ലാം കൊടുത്തു. ഞാനൊരു പീസ് എടുത്ത് അന്നേരം അങ്ങ് കഴിച്ചു കേട്ടോ. അമ്മയുടെ ഫ്രണ്ട്സ് വന്നവരെല്ലാം കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് താമസിയാതെ തന്നെ ഇറങ്ങി. ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അവർ ഇറങ്ങിയത്. ഈ കൊച്ചിച്ച ഉണ്ടല്ലോ, ഇവൻ വന്നത് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല കേട്ടോ. പെണ്ണുങ്ങൾ കയറി വന്നപ്പോൾ ആ കൂട്ടത്തിലെങ്ങോ കയറി വന്നതാണ്. എല്ലാവരും പോയി കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ഒതുങ്ങിയപ്പോഴത്തേക്കും പിന്നെ എൻ്റെ ഫോട്ടോഷൂട്ടായിരുന്നേ. ഞാൻ സാരി ഉടുക്കണമെന്ന് വിചാരിച്ചതേ അല്ല കേട്ടോ. പക്ഷെ കുട്ടുപ്പയാണ് അവസാന നിമിഷമാണ് കുട്ടുപ്പ പറഞ്ഞത് സാരി ഉടുക്കാൻ. അങ്ങനെ പെട്ടെന്ന് എൻ്റെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ അമ്മയുടെ ഒരു സാരിയൊക്കെ ഒപ്പിച്ചിട്ട് പെട്ടെന്ന് ഉടുത്തതാണ്. അതിൻ്റെ അപാകത അതിൽ കാണാനും പറ്റുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് സാരിയൊക്കെ മാറിയ ശേഷം ഞാൻ അടുക്കളയിൽ നിന്നൊരു സൗണ്ട് ഇട്ടിട്ട് അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ അമ്മയുടെ കൂട്ടുകാരൊക്കെ കൊടുത്ത ഗിഫ്റ്റ്സ് പൊട്ടിച്ച് നോക്കുമായിരുന്നേ. നല്ല നല്ല ഗിഫ്റ്റ്സ് ആയിരുന്നേ. കൂടുതലും പാത്രങ്ങളായിരുന്നു, നല്ല പ്രയോജനമായിട്ടുള്ള പാത്രങ്ങളായിരുന്നു. വലിയൊരു കാസറോൾ ഉണ്ടായിരുന്നു, വലിയൊരു സ്റ്റീലിൻ്റെ ചരുവം ഉണ്ടായിരുന്നു, നല്ല പാഴ്സമൊക്കെ വെക്കാൻ പാകത്തിനുള്ള വലിയൊരു വെയിറ്റൊക്കെയുള്ള, ഞാൻ പൊക്കിയെടുത്ത പാടെ എനിക്ക് അറിയത്തുള്ളൂ, വലിയൊരു ചരുവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാനുള്ള തത്രപ്പാടിലായിരുന്നേ. പൊറോട്ടയും ചിക്കൻ കറിയും ആയിരുന്നു വീട്ടിൽ വരുന്നവർക്ക് കൊടുത്തു വിടാനായിട്ട് വെച്ചത്. പൊറോട്ട ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യിപ്പിച്ച് അവിടെ നിന്ന് എടുത്തതാണ്. പിന്നെ വലിയ ചെരുവൻ ചിക്കൻ കറിയും കുട്ടിപ്പയുടെ ഏറ്റവും ഇളയ കുഞ്ഞമ്മ പ്രസവ കുഞ്ഞമ്മ വെച്ചതാണ്. അങ്ങനെയെല്ലാം ഹാപ്പി ആയിട്ട് നടന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗായ്സ്.